ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3rd ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ലീനിയർ ഇക്വേഷൻസ്? വാട്ട് ഈസ് ആൻ ഇക്വേഷൻ? ഇക്വേഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിൽ ലീനിയർ ഇക്വേഷൻ ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, അതുപോലെ 1 വേരിയബിൾ 2 വേരിയബിൾ ഉണ്ട്. അപ്പോൾ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് അറ്റ്ലീസ്റ്റ് 1 വേരിയബിൾ ആൻഡ് ആൻ ഈക്വൽ ടു സൈൻ. അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൈനോടുകൂടി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള കാര്യങ്ങൾ ഈക്വൽ ആകുന്നതിനെയാണ് നമ്മൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ x+3 ഈക്വൽ ടു 0. അപ്പൊ എക്സിന് ഒരു വാല്യൂ ഉണ്ടാവും, അതിനോടുകൂടി 3 കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. ഈസ് ഇറ്റ് ആൻ ഇക്വേഷൻ? ഇതൊരു ഇക്വേഷൻ ആണോ? ആണ്. കാരണം ഈക്വൽ ടു സൈൻ അവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും വാല്യൂ ഉണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ ഇവിടെ ഇപ്പൊ എക്സിന്റെ വാല്യൂ -3 ആണെങ്കിൽ -3 + 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കും. ഇവിടെ y+3 ഈസ് ഈക്വൽ ടു 0. ഈസ് ഇറ്റ് ആൻ ഇക്വേഷൻ? ഇതും ഇക്വേഷൻ ആണ്. അതേപോലെ x² + 4x + 3 ഈക്വൽ ടു 0 ഈക്വൽ ടു 0, അതും ഇക്വേഷൻ ആണ്. പക്ഷേ ഇവിടെ എക്സ് എന്നുള്ള ഒരു വേരിയബിൾ ആണുള്ളത്. എക്സിന്റെ പവർ എക്സ്പോണന്റ് 2 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നൊക്കെയാണ് പറയുക. അതുപോലെ y² + 5y + 9 ഈക്വൽ ടു 0, അതും ഇക്വേഷൻ ആണ്. ഈസ് ഇറ്റ് ആൻ ഇക്വേഷൻ? അതെ, ഇക്വേഷൻ ആണ്. പക്ഷെ ഇക്വേഷന് ഏതൊക്കെ തരത്തിലുള്ള ഇക്വേഷൻ ഉണ്ട്? നമ്മൾ പഠിക്കുന്നത് ലീനിയർ ഇക്വേഷനെ കുറിച്ചാണ്. x + y + 5 ഈക്വൽ ടു 0, ഇതും ഇക്വേഷൻ ആണ്. പക്ഷെ അവിടെ x എന്നും y എന്നും പറയുന്ന 2 വേരിയബിൾ ഉണ്ട്. ഈസ് ഇറ്റ് ആൻ ഇക്വേഷൻ? ഇക്വേഷൻ ആണ്. 3x + 5y + 9 ഈക്വൽ ടു 0, ഇതും ഇക്വേഷൻ ആണ്. ഇവിടെ 2 വേരിയബിൾ ഉണ്ട്. വാട്ട് ഈസ് എ ലീനിയർ ഇക്വേഷൻ? ആൻ ഇക്വേഷൻ വിത്ത് ഡിഗ്രി 1. ഡിഗ്രി 1 എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അത് നമുക്ക് ലീനിയർ ഇക്വേഷൻ പറയാം. ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ, ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് ഈ എക്സ് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ലെറ്റേഴ്സ്, അതിന്റെ വാല്യൂ വേരി ചെയ്യാൻ പറ്റും. അതിന് ഫിക്സഡ് വാല്യൂ ഇല്ല. ഇപ്പൊ 3 എന്നോ 4 എന്നോ 5 എന്നോ ഒക്കെ പറയുന്നത് അത് കോൺസ്റ്റന്റ് ആണ്. ഒരിക്കലും 5 എന്ന് പറഞ്ഞാൽ ആ 5ന്റെ വാല്യൂ ഒരിക്കലും മാറാൻ പറ്റില്ല. അത് എക്സാക്ട് 5 തന്നെയായിരിക്കും. അത് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ നമ്മളിവിടെ എക്സ് വൈ തുടങ്ങിയ ലെറ്റേഴ്സോട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ വാല്യൂവിന് വേരിയേഷൻ ഉണ്ടാവാം, വേരി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ നമ്മൾ വേരിയബിൾ എന്ന് പറയും. അപ്പൊ ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ. ഇനി വേരിയബിളിന്റെ പവർ, അതിന്റെ എക്സ്പോണൻസ് x⁻², അല്ലെങ്കിൽ 1, 3, 4 അങ്ങനെയൊക്കെ പറയുന്ന നമ്പേഴ്സ്. അപ്പൊ ഇവിടെ ആൻ ഇക്വേഷൻ വിത്ത് ഡിഗ്രി 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ പവർ എക്സ്പോണൻസ്, എക്സ്പോണന്റ് എന്ന് പറയുന്നത് 1 ആണ്. ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ 1 ആണ്. അതാണ് ഡിഗ്രി 1 എന്ന് പറയുന്നത്. ഇപ്പൊ x+3 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനിൽ എക്സിന്റെ പവർ ഹയസ്റ്റ് പവർ 1 ആണ്. y⁻1 + 3 ആണ് ഈ y+3 എന്ന് പറയുന്നത്. അത് 1 ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോ x⁻1 + 3 ഈക്വൽ ടു 0, y⁻1 + 3 ഈക്വൽ ടു 0, ഇതൊക്കെ ആൻ ഇക്വേഷൻ വിത്ത് ഡിഗ്രി 1 ആണ്. അപ്പോൾ ഇവിടെ ഡിഗ്രി 2 ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി. ഇപ്പൊ കാണുന്നത് x⁻1 + y⁻1 + 5 ഈക്വൽ ടു 0, 3x⁻1 + 5y⁻1 + 9 ഈക്വൽ ടു 0, ഇതും ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇവിടെ x + y + 5 ഈക്വൽ ടു 0, 3x + 5y + 9 ഈക്വൽ ടു 0, ഇവിടെ ഡിഗ്രി 1 ആണ്. അതുപോലെ തന്നെ 2 വേരിയബിൾ ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. അപ്പൊ 2 വേരിയബിൾ വേണം, അതായത് 2 ലെറ്റേഴ്സ് എക്സും വൈ അല്ലെങ്കിൽ പി ക്യൂ അങ്ങനെ പറയുന്ന 2 വേരിയബിൾസ് ഉണ്ടാവും. ദർ കോയിഫിഷ്യന്റ്, ഇവിടെ ഇപ്പൊ എക്സിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിന്റെ തൊട്ടപ്പുറത്ത് വരുന്ന നമ്പർ എത്ര പ്രാവശ്യം ആ നമ്പർ. ഇപ്പൊ ax പിന്നെ by ഉണ്ട്. ഇപ്പോൾ സൈൻ ഇട്ടിട്ടില്ല, സൈൻ ഇട്ടാൽ ax + by + c ഈക്വൽ ടു 0. നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ്. അപ്പോ
2 വേരിയബിൾസ് വേണം, അത് എക്സും വൈയും ആണ്. ഇവിടെ എയും ബിയും എന്ന് കാണിച്ചിരിക്കുന്നത് 2 നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിനെയാണ് നമ്മൾ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത്. അതിന് ഇവിടെ നമ്മൾ എ എന്നും ബി എന്നും സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോ ഈ എയും ബിയും സിയും എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. എയും ബിയും സിയും റിയൽ നമ്പേഴ്സും ഈ എക്സും വൈ എന്ന് പറയുന്നത് അവിടുത്തെ പ്രത്യേകത എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം എന്നൊരു പ്രത്യേകതയുണ്ട്. കാരണം എയും ബിയും 0 ആയാൽ ആ 0 ഇൻറ്റു എക്സ് എന്ന് പറയുന്നതും 0 ഇൻറ്റു വൈ എന്ന് പറയുന്നതും ആ ടേമേ ക്യാൻസൽ ആയി പോകും. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ, അങ്ങനെ 2 വേരിയബിൾ ഉള്ള ഇക്വേഷന്റെ അതേപോലത്തെ 2 ഇക്വേഷനെ എടുത്തിട്ട് അതിനെ സോൾവ് ചെയ്ത്, അത് പല മെത്തേഡിൽ സോൾവ് ചെയ്യാം. ഗ്രാഫ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്, പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. പക്ഷെ അതിപ്പോ നമ്മുടെ സിലബസിൽ ഇല്ല. ഈ കൊല്ലത്തെ സിലബസിൽ അത് മുമ്പത്തെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിലബസിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഇല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളത് ഗ്രാഫ് വെച്ചിട്ട് സോൾവ് ചെയ്യാനും, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാനും, എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാനും. അപ്പോൾ ഗ്രാഫ് വെച്ച് സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ഗ്രാഫ് എന്താണെന്ന് അറിയണം. അറിയാമായിരിക്കും, എങ്കിലും ഗ്രാഫിനെ കുറിച്ച് ഒന്ന് പറയാം. തിങ്സ് ടു റിമെമ്പർ: ലൈൻസ് വിത്ത് പ്രോപ്പർ കോർഡിനേറ്റ്, ആക്സസ്, ഒറിജിൻ ആൻഡ് സ്കെയിൽ. ചെറിയ ക്ലാസ്സിൽ ഇഷ്ടംപോലെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇതായിരിക്കും ഒരു ഗ്രാഫിന്റെ രൂപം. അവിടെ എക്സ് വൈ ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. അതിൽ 4 ക്വാഡ്രൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്. പക്ഷെ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോഴാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരിക. തേർഡ് ക്വാഡ്രന്റിൽ എക്സും വൈയും നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. അങ്ങനെ നമ്മൾ നമ്പേഴ്സിനെ അവിടെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഗ്രാഫിൽ നമുക്ക് വരച്ചിട്ട് സൂചിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇക്വേഷനെ നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഏത്? ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ ആ ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ ആ ഗ്രാഫിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. ലീനിയർ ഇക്വേഷൻ റെപ്രസെന്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിപ്പോ നമ്മൾ പറഞ്ഞു. 2 equations are solved simultaneously, hence we get 2 lines on graph paper. അപ്പൊ നമ്മൾ ഒരു ലൈനിന്റെ ആ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതിന്റെ എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കൊടുത്താൽ നമുക്ക് ആ ഒരു ഇക്വേഷനെ, ഒരു സ്ട്രെയിറ്റ് ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ഇക്വേഷനെ നമ്മൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്താൽ ആ ഗ്രാഫിൽ ആ 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ. കുറെ വിശദീകരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 equations are solved simultaneously, hence we get 2 lines on graph paper. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ഒരു ലൈൻ അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്, മറ്റൊരു ലൈൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 ലൈനും ഓരോ ഇക്വേഷന്റെ ലൈൻസ് ആണെങ്കിൽ അത് എവിടെയെങ്കിലും പോയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഈ 2 ഇക്വേഷന്റെ സൊല്യൂഷൻ. അങ്ങനെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച്, ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈസ് ദ സൊല്യൂഷൻ. അപ്പൊ ആ ഗ്രാഫിൽ നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫിൽ എക്സിന്റെ വാല്യൂ -3ഉം വൈയുടെ വാല്യൂ 4ഉം ആണ്. അപ്പം ഈ ഗ്രാഫ് കറക്റ്റ് ഇക്വേഷന്റെ ഗ്രാഫ് ആണെങ്കിൽ ആ 2 ഇക്വേഷന്റെ സൊല്യൂഷൻ ഈ -3, 4 എന്നുള്ളതാണ്. എക്സിന്റെ വാല്യൂ -3ഉം വൈയുടെ വാല്യൂ 4ഉം ആയിരിക്കും.